ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീൻ ട്രേഡർ. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും സ്കാൽപ്പിങ്ങിലും ഇൻട്രാഡേക്കും വന്ന പെർഫോമൻസിൻ്റെ ഡിഫറൻസ് ആണ് ഞാൻ കാണിക്കുന്നത്. അതായത് പെട്ടെന്ന് ഒരു എൻട്രി എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1 മിനിറ്റ് ചാർട്ട് ഉപയോഗിച്ചിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ നമുക്ക് പെട്ടെന്ന് എൻട്രി എക്സിറ്റും കിട്ടുകയും ചെയ്യും. അതോടൊപ്പം നമുക്ക് പ്രോഫിറ്റും നമുക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് തന്നെ ചാർട്ടിൽ ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഇൻട്രാഡേയുടെ 5 മിനിറ്റ്സ് ചാർട്ടും കൂടെ കമ്പയർ ചെയ്താൽ നമുക്കത് സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ആണോ അതോ റിവേഴ്സലിലേക്കുള്ള ചാൻസ് ആണോ, അവിടുന്ന് ഷോർട്ടിൽ കട്ട് ചെയ്യണോ, നമുക്ക് ലോങ് ആയിട്ട് അവിടെ ട്രൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺക്ലൂഷൻ നമുക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് നമുക്ക് ഈസി ആയിട്ടൊരു ട്രേഡ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ലോസ് നമുക്ക് ഒരുപാട് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ സോഫ്റ്റ്വെയറിലൂടെ. അപ്പോൾ മറ്റ് ചാർട്ടുകളിൽ നിന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് ബാർ ചാർട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫേക്ക് ആയിട്ടുള്ള അപ്പ് ഡൗൺസിൽ ഒരുപാട് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഗ്യാപ്പിലാണ് ഓപ്പൺ ആയത്. കുറച്ച് കയറിയിട്ട് ഓപ്പണായി മോർണിംഗിൽ തന്നെ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ടൊക്കെ ഡൗൺ പോയത് കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് രാവിലെ തന്നെ അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അടിച്ചു കയറിയ ആ ലെവലിൽ തന്നെ നമുക്ക് 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് തിരിച്ചിറങ്ങി പിന്നെയും ബാക്ക് പോയി. അപ്പോൾ ഇവിടെ ഒരു സെൽ ട്രേഡ് ഇല്ലാന്ന് സോഫ്റ്റ്വെയർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തിരിച്ച് ഇവിടെ കയറിയപ്പോൾ രണ്ടാമത് ബൈ. ഇവിടുന്ന് ഒരു അപ്രോക്സിമേറ്റ് 150 പോയിന്റ്സ് ഉള്ളത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം സ്കാൽപ്പിങ്ങിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ആ ലെവലിൽ, കാരണം കഴിഞ്ഞ ദിവസം ബൈ തന്നതിൻ്റെ ക്ലോസിങ്ങിൻ്റെ കണ്ടിന്യൂഷൻ ആണ് പോയിരിക്കുന്നത്. അപ്പോൾ രാവിലെ ഗ്യാപ്പിൽ ഓപ്പൺ ആയപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്ത് കയറി. അപ്പം 48,560 48,500 400 നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഓൾ ഓപ്ഷൻ എടുക്കാമായിരുന്നു. അത് ഇവിടുന്ന് വ്യൂവിൽ സിമ്പിൾസിൽ പോയിട്ട് നമുക്ക് ആ കൺസേൺഡ് സ്ട്രൈക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ നമുക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ കോൾ ഓപ്ഷൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. 48,600 ആണ്, 500 ആണ്, നമുക്ക് ഏതാണ് വേണ്ടതെന്നാൽ കറണ്ട് സ്ട്രൈക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. അതിൻ്റെ ചാർട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് റൈറ്റിലേക്ക് ചാർട്ട് വിൻഡോ, അതേപോലെ തന്നെ ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. ടൈം ഫ്രെയിം നമുക്ക് 1 മിനിറ്റ് ആണ് 1 മിനിറ്റ്, 5 മിനിറ്റ് ആണ് 5 മിനിറ്റ്, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻ്റെ ചാർട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ രാവിലെ ആ ബൈസിക്കിളിൽ, പഴയ ബൈസിക്കിളിൽ നമുക്ക് തലേദിവസം വന്ന ബൈസിക്കിളിൽ കണ്ടിന്യൂ പോയിരിക്കുകയാണ്. അപ്പോൾ ആ ബൈസിക്കിൾ കണ്ടിന്യൂ ക്ലോസിംഗ് ലെവലിലാണ് കൺഫേം ആയത്. അത് പിറ്റേ ദിവസം കയറി ഓപ്പൺ ആവുകയും ചെയ്തു. അപ്പോൾ പിന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടുന്നാണ്, പിന്നെ ആ ബ്രേക്ക് ചെറുതായിട്ട് കയറിയിട്ട് പിന്നെ തിരിച്ചിറങ്ങി ബ്രേക്ക് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പ്രോപ്പറായിട്ട് ആ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. അവിടുന്ന് ഒരു 794 നിന്ന് നമുക്ക് പോയ പോർഷൻ അവിടുന്ന് 880 വരെ പോയിട്ടുണ്ടായിരുന്നു. ഒരു അപ്രോക്സിമേറ്റ് 100 പോയിന്റ്സിൻ്റെ അടുത്ത് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ചെറുതായിട്ട് സ്കാൽപ്പിങ്ങിൽ ഒന്ന് ഡൗൺ ഇറങ്ങാൻ നോക്കി. പക്ഷേ നമ്മളവിടെ 5 മിനിറ്റ്സ് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ട്രേഡ് കാണിക്കുന്നില്ല. അപ്പോൾ അത് കാരണം അതൊരു സ്ട്രോങ് സെല്ലാകുകയല്ല. കാരണം സ്ട്രോങ് സെല്ലാകാത്ത സ്ഥിതിക്ക് നമുക്ക് ആ ബാങ്ക് നിഫ്റ്റിയുടെ 1 മിനിറ്റ് നോക്കുകയാണ്, സിഗ്നൽ വന്ന് കൺഫർമേഷൻ ആകാതെ കുറേ നേരം നിന്നിട്ടാണ് പിന്നെ ബ്രേക്കൗട്ട് പോകുക. അങ്ങനത്തെ സിഗ്നൽ നമുക്ക് എടുക്കാൻ ശ്രമിക്കേണ്ട. കൺഫർമേഷൻ പെട്ടെന്ന് ബ്രേക്കൗട്ട് പോവുകയാണെങ്കിൽ മാത്രം നല്ല ട്രേഡ് ആവാൻ സാധ്യത കൂടുതലുള്ളൂ. അല്ലാത്ത ട്രേഡുകളൊക്കെ റിവേഴ്സിലേക്ക് ചാൻസ് കൂടുതലുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ കൺഫർമേഷൻ കുറേ നേരം കഴിഞ്ഞിട്ട് ബ്രേക്കൗട്ട് പോയതാണ്. അഥവാ ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിലേക്ക് അവിടെ സൈഡ് വേസ് കോസ്റ്റ്, അതായത് എക്സ്ട്രാ ക്ലാസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡ് വേസ്, അതായത് കളർ ചേഞ്ചസ് ആയിട്ട് നമുക്ക് അവിടെ കാണിച്ചു തരുമ്പോൾ നമുക്ക് അവിടെ എക്സിറ്റ് അടിച്ചു വിടാം. ഓക്കെ, പിന്നെ ആ സപ്പോർട്ട് സ്ട്രോങ് ഒക്കെയാണ് നല്ല ട്രേഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ അത് കഴിഞ്ഞ് വന്ന ബൈ നല്ലൊരു ട്രേഡ്, നല്ലൊരു അപ് ട്രെൻഡ് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവിടുന്ന് സിഗ്നൽ വന്ന് കൺഫർമേഷൻ വന്ന് ഇവിടെ റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് 48,607 നിന്ന് നേരെ കയറി അപ്രോക്സിമേറ്റ് 790 വരെ പോയിട്ടുണ്ട്. അതിൻ്റെ ആ കോൾ ഓപ്ഷൻ നമുക്ക് നോക്കി 48,600 നോക്കി അറിയാം. അവിടുന്ന് സിഗ്നൽ വന്ന് കറക്റ്റ് ആ ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അവിടുന്ന് ഈ ഒരു ലെവലിൽ നിന്നാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. 849 ബ്രേക്ക് ചെയ്ത് നേരെ കയറി 955 വരെ പോയിട്ടുണ്ട്. നല്ല ട്രേഡായിരുന്നു അത്. 100 പോയിന്റ്സിന് മേളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഡൗൺ സിഗ്നലും അവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് സ്കാൽപ്പിംഗ് നോക്കുകയാണ്, ഒരു ഡൗൺ ട്രേഡ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. ചെറിയ ഡൗൺ ട്രേഡ് ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടോ, ഇപ്പം ഇവിടെ കൺഫേം ആയി. ഇപ്പോൾ ഈ പുതിയ സിഗ്നലിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് സിഗ്നൽ ഇപ്പം 1 മിനിറ്റിൽ വന്ന് നമുക്ക് അവിടെ കൺഫർമേഷൻ കിട്ടി. ഇവിടെ കണ്ടോ ഈ റെസിസ്റ്റൻസ് ലെവൽ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഉണ്ട് അവിടെ റീ എൻട്രി നമുക്ക് തരുവേ. ഈ റീ എൻട്രി ലെവൽ നമുക്ക് ഈ റീ എൻട്രി ലെവലിന് അവിടെ എടുക്കാവുന്നതാണ്. ആ ബ്രേക്കൗട്ട് പോകുന്ന സമയത്താണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ റീ എൻട്രി വന്നത് 12:48 48,552. അതിന് ആ ടാർഗറ്റ് നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുള്ള സെക്കൻഡും തേർഡും പെൻഡിങ് ആണ്. ഇതൊരു നല്ല ബ്രേക്കൗട്ടാണ്. കാരണം റെസിസ്റ്റൻസ് സ്ട്രോങ് ആണ്. ഇത് മേളിലേക്ക് കയറി പോകുന്നത് ധൈര്യമായിട്ട് അവിടെ നമുക്കൊരു പോർഷൻ പിക്ക് ചെയ്യാം. അപ്പോൾ അഥവാ ടാർഗറ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും പെൻഡിങ് ആണ്. അല്ലെങ്കിൽ നമുക്ക് അവിടെ റീ എൻട്രി പോർഷൻ നമുക്കിങ്ങനെ സോഫ്റ്റ് തരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൺസേൺഡ് സ്ട്രൈക്ക് നമ്മളവിടെ ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ കൺസേൺഡ് സ്ട്രൈക്കിൽ നോക്കുകയാണെങ്കിൽ അവിടെ സിഗ്നൽ അതേപോലെ വന്നിട്ടുണ്ട്. അവിടെ ബ്രേക്കൗട്ട് ചെയ്ത് കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് താഴെ കൊടുത്തു 828, 59, 91. അതിൽ 3 ടാർഗറ്റ് നമുക്ക് അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈസിയാണ്
തന്നെയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഇതേപോലെ മെത്തേഡിൽ നമുക്ക് ഏത് സ്ട്രാറ്റജിയും വർക്കൗട്ട് ചെയ്യാം. അപ്പം 5 മിനിറ്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് സ്ട്രോങ് ബ്രേക്ക് ഔട്ട്, ഇപ്പോൾ 5 മിനിറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ സെല്ല് തന്നിട്ടുണ്ടെങ്കിലും ഒരു കൺഫർമേഷൻ വരുന്ന സമയത്ത് ഈ താഴേക്ക് എത്തി. ഇപ്പോൾ ഓൾറെഡി സൈഡ് വേസ് ആയിട്ട് അത് കാണിച്ചിരിക്കും. ടാർഗറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ബ്രേക്ക് ഔട്ട് അല്ല. ഇപ്പം ഇന്നത്തെ സെല്ലും തമ്മിൽ വ്യത്യാസം അതാണ്. ഇപ്പോൾ ഈ സെല്ല് ഉണ്ട്, ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോപ്പർ കൺഫർമേഷൻ തന്നിട്ടുണ്ട്, അവിടെ ബ്രേക്ക് ഔട്ട് പോയി, അവിടെ സൈഡ് വേസ് തന്നിട്ടില്ല. ഇന്നെന്ന് പറഞ്ഞാൽ സൈഡ് വേസ് കുറേ നേരം നിൽക്കുന്നു, കൺഫർമേഷൻ വരാൻ നല്ല ലേറ്റ് ആവും. അങ്ങനത്തെ സിഗ്നൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആവില്ല, അതൊക്കെ റിവേഴ്സ് പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. അഥവാ നമുക്ക് എടുത്താലും നമുക്ക് എക്സ്ട്രാക്കൾ അവിടെ തരുന്നുണ്ട്, എക്സിറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ടും നമുക്ക് അതായത് ഒരു ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.